ചെറിയൊരു പരിചയം വെച്ച് എത്ര നന്നായിട്ടാ മാഡം എന്നോട് പെരുമാറുന്നത്. എത്ര നന്നായിട്ടാ സംസാരിക്കുന്നത്. ഇത് വെറും വാക്കുപറച്ചിലല്ല. വീണയെ ഞാൻ സഹായിച്ചിരിക്കും. ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളായിട്ട് വീണയ്ക്ക് എന്നെ കാണാം. താങ്ക് യു മാഡം. ഇത്രയും കാര്യങ്ങള് ഞാൻ വീണയ്ക്ക് ചെയ്തു തരുമ്പോ പകരം വീണ എനിക്ക് എന്ത് ചെയ്തു തരും? ഒരിക്കലൊരു വാക്ക് പറഞ്ഞിട്ട് എനിക്ക് വാക്ക് പാലിക്കാൻ പറ്റിയിട്ടില്ല. ഇനിയും ഞാൻ വീണയ്ക്ക് വേണ്ടാത്തൊരു കാര്യം ഞാൻ എടുക്കുന്നു. അതെന്താ അങ്ങനെ ഒരു കാര്യം? ഹരി. എന്താ? ഹരിയെ ഞാൻ എന്റെ സ്വന്തമാക്കിക്കോട്ടെ. മാഡത്തിന് എന്താ ഭ്രാന്തുണ്ടോ? മാഡത്തിനെ പോലെ ഒരാൾക്ക് എന്തിനാ അങ്ങനെ ഒരു അറിവ് പോരണേ? മണ്ണ് കീഴടക്കാൻ ഇറങ്ങിത്തിരിച്ച മണ്ണ് കീഴടക്കണം. മനസ്സ് കീഴടക്കാൻ ഇറങ്ങിത്തിരിച്ചാലും അത് വേണം. ഹരിയെ എനിക്ക് വേണം. അത് ഒരു കണക്ക് തീർക്കലാണെന്ന് കൂട്ടിക്കൊള്ളും. പരിപൂർണ മനസ്സോടെ ഹരിയെ എനിക്ക് വിട്ടുതരാൻ വീണയ്ക്ക് സമ്മതമാണോ? എനിക്ക് സമ്മതക്കുറവൊന്നുമില്ല. എന്നോട് പറഞ്ഞ ഓഫറുകളൊന്നും തെറ്റിക്കരുത്. അങ്ങനെയാണെങ്കിൽ പരിപൂർണ സമ്മതത്തോടെ ഹരിയേട്ടനെ ഞാൻ മാഡത്തിന് വിട്ടുതരും. പ്രോമിസ്? പ്രോമിസ്. നന്ദിയുണ്ട് മാഡം. എങ്കി വാ. ഈശ്വര, ആകെ കുഴപ്പമാവല്ലോ. അന്വേഷിച്ചിറങ്ങുന്നതിന് മുൻപ് ജ്യോതി തിരിച്ചെത്തിയില്ലെങ്കിൽ പ്രശ്നമാണ്. ഞാൻ കയറി വന്നത് അറിഞ്ഞതുപോലുമില്ല. പരിസരം മറന്നങ്ങിരിക്കുക പുണ്യവതിയായ കുടുംബിനി. ദീപനെ കുറിച്ചുള്ള ഓർമ്മയായിരിക്കും അല്ലേ? എന്താണ് നിനക്ക് മറുപടി ഇല്ലേ? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള യഥാർത്ഥ മറുപടി ഈ താലി മര പൊട്ടിച്ചിട്ട് നിങ്ങളുടെ മുഖത്തേക്ക് എറിയുന്നതാ. നിങ്ങളൊരു മനോരോഗിയാണോ? കണ്ണി കാണുന്നവരെ മുഴുവൻ സംശയിച്ചും അവരെ പിന്തുടർന്നൊക്കെ നടക്കുന്നത് നിങ്ങളുടെ രോഗത്തിന്റെ ലക്ഷണം. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത്. ഇറങ്ങിപ്പോ എന്റെ മുന്നിൽ നിന്ന്. എന്റെ വീട്ടില് എന്റെ മുറിയില് നിന്റെ വാക്ക് കേട്ട് ഞാൻ ഇറങ്ങിപ്പോണം അല്ലേ? എന്തായാലും ഇത് കയ്യിലെടുത്തതല്ലേ? കഴുത്ത് മുറുക്കി അങ്ങ് കൊല്ലണം. ഒരു ശ്വാസം പോലും ബാക്കിയാവരുത്. നിങ്ങളുടെ ഭ്രാന്തിന് അല്പ സമാധാനം കിട്ടട്ടെ.
അവനിരുന്നിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. അവന് പറയാനുള്ളത് എന്താണെന്ന് ഞാനും കൂടെ കേൾക്കട്ടെ. അപ്പോഴല്ലടി നിന്റെ പുണ്യം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നിത്യ, ജ്യോതി വല്ലാണ്ട് ഒമിറ്റ് ചെയ്യുന്നുണ്ട്. നിത്യ വേഗം വീട്ടിലോട്ടൊന്ന് വരണം. ജ്യോതി എങ്ങനെയടി അവന്റെ വീട്ടിലെത്തിയത്? ആരടി അവൾ അവിടെ കൊണ്ടുപോയത്? നമ്മൾ അവിടെ ചെന്നപ്പോ അവൾ ആ വീട്ടിലുണ്ടായിരുന്നു. അഴിഞ്ഞാടാൻ തീരുമാനിച്ച നീ എന്റെ അനിയത്തെ കൂടെ ആ വഴിക്ക് കൊണ്ടുപോകണോ? പറയടി. അവൾ അവിടെ കൊണ്ടുപോയി കിടത്തിയത് ഞാനാ. അവളവിടെ അവളുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയി അവിടെ വെച്ച് കൂൾ ഡ്രിങ്ക്സിൽ ചേർത്ത മദ്യം അറിയാതെ കഴിച്ചു. ആ അവസ്ഥയില് അമ്മയ്ക്ക് മുന്നിൽ കൂട്ടിക്കൊണ്ട് വരാൻ എനിക്ക് കഴിയില്ലായിരുന്നു. സുഖമില്ലാതെ അമൃത വിളിച്ചതുകൊണ്ടല്ല, ആ അവസ്ഥയിൽ ജ്യോതിയെ കണ്ടതുകൊണ്ടാ നിങ്ങളോട് പോലും പറയാതെ ഞാൻ വണ്ടിന്ന് ഇറങ്ങിപ്പോയത്. ശരിയാണ്, നിങ്ങൾ അറിയണ്ടെന്ന് ഞാൻ വിചാരിച്ചു, അമ്മ അറിയണ്ടെന്ന് വിചാരിച്ചു. അത് അവളെ വഴിവിട്ടൊന്നും പ്രേരിപ്പിക്കാനല്ല, അവളെ നിങ്ങൾ തല്ലി കൊല്ലാതിരിക്കാൻ വേണ്ടിട്ടാ. കാരണം അവൾ എന്റെ കൂടി അനിയത്തിയ. അവളുടെ മാനം രക്ഷിക്കേണ്ടത് എന്റെ കൂടി ഉത്തരവാദിത്വം. അത് ഞാൻ ചെയ്തോളാം. അമ്മ, ആരാവത് കൂപ്പിട്ടാച്ചാ? രഘുവേട്ടനെ വിളിച്ചു, കിട്ടുന്നില്ല. രഘുവേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എവിടെയെങ്കിലും പോയെന്ന് അന്വേഷിക്കുമായിരുന്നു. മാഡം, എങ്ങിരുന്നാലും നമുക്ക് പോകാം. മാഡം, ജ്യോതിയോടെ ഫ്രണ്ട്സ് ആരാ വരുന്ന കൂപ്പിടുക? കാര്യം വിളിച്ചു, അവർക്കാർക്കും ഒന്നും അറിഞ്ഞൂടാ. എത്ര മുന്നേ പറഞ്ഞതാണെന്നോ ജീവനോട്. അനിയത്തെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഒന്ന് സമാധാനിപ്പിക്കാൻ ഒരു വാക്കുപോലും പറഞ്ഞില്ല. പലരും ചോദിച്ചു അവളെ പുറത്തേക്ക് വിട്ടത് എന്തിനാണെന്ന്. അതെ, ഇപ്പോഴും ചോദിക്കുന്ന അത് തന്നെ. എന്തിനാ അവളെ പുറത്തേക്ക് വിട്ടത്? എവിടെ പോയി എന്ത് ചെയ്യുന്നു വല്ല ധാരണയുണ്ടോ? അതെങ്ങനെയാ എന്റെ മോള് നല്ലവളാണെന്ന് പറഞ്ഞ് കുട്ടിയോശി നടക്കല്ലേ? നീ ഇനി അവളെ കുറിച്ച് ഒരു അക്ഷരം പോലും സംസാരിക്കണ്ട. ശരവണ, വണ്ടി എടുക്ക്, നമുക്ക് പോയി അന്വേഷിക്കാം. അമ്മേ, അമ്മ അന്വേഷിച്ചാലൊന്നും അവളെ കണ്ടെത്താൻ പറ്റില്ല. കാരണം അമ്മ ഉദ്ദേശിക്കുന്ന പാതയിലൊന്നും അല്ല അവൾ നടക്കുന്നത്. മതിയടാ, ഒരവസരം കിട്ടിയപ്പോ അത് ആഘോഷിക്കുകയാണല്ലേ. നിത്യേ, വാ. നിങ്ങൾ എവിടെ പോവാടാ? എൻ്റെ ഒരു സുഹൃത്ത് കുടിച്ച് ബോധമില്ലാതെ വേറൊരു വീട്ടിൽ കിടക്കുക. ഓക്കെ, അങ്ങോട്ടൊന്ന് പോണം. അയാളെ വീട്ടിൽ കൊണ്ടുവന്നാക്കണം, അത്യാവശ്യം. ഇവിടെ അനുജത്തിയെ കാണാതെ അന്വേഷണത്തില. ആരോ എവിടെയോ കിടക്കുന്നത് നിനക്കിപ്പോ തിരക്കി പോണോ അല്ലേ? ഞങ്ങളെ ഇപ്പോ അമ്മ തടയണ്ട. ഞങ്ങൾ തിരിച്ചു വരുമ്പോ ജ്യോതിയും കൊണ്ടേ വരൂ. കേട്ടില്ലേ അമ്മേ? എത്ര ധൈര്യത്തോടെയാ അമ്മയുടെ മരുമകൾ പറയുന്നത്. അതിലുറപ്പുണ്ടാവും. വാ. மேடம், நித்யா மேடத்துக்கு ஏதோ டென்ஷன் இருக்கு. அந்த முகம் பார்த்தாலே தெரியுது. എന്തു പറയാനാ? അവളുടെ ഏറ്റവും വലിയ ടെൻഷൻ അവളുടെ കൂടെ ഇറങ്ങിയിരിക്കുകയല്ലേ. പിന്നെ എങ്ങനെ ടെൻഷൻ ഉണ്ടാവാതിരിക്കാനാ? மேடம், அமைதியா இருங்க. ஜோதி மேடத்தை கொண்டு வரான்னு நித்யா மேடம் പറഞ്ഞല്ലോ. അവർ கண்டிப்பா கொண்டு வரும். நித்யா மேடத்துக்கு ஜோதியோட அவ்வளவு பாசம் இருக்கு. ஆமா, അവൾ അതിന് ശ്രമിക്കും. പക്ഷെ അത് തടയും.
ആ കൂടെയുള്ളവൻ. എന്തൊക്കെ മാറ്റങ്ങളാവനില്ല. പോയി പോയി ചുറ്റുമുള്ള ഒരാളെ പോലും കണ്ടുകൂടാ. ഒരാളെ വിശ്വാസമില്ല. എല്ലാവരെയും ഉപദ്രവിക്കണം, ഇല്ലാതാക്കണമെന്നുള്ള ചിന്ത മാത്രമാണ്. ചിലപ്പോ ഏതാവത് കാലക്കേടായിരിക്കും മാഡം. എന്ത് കാലക്കേട്! അതിനെക്കുറിച്ചൊക്കെ വേണ്ട വിധം നോക്കുക, പൂജാരിയെ കൊണ്ട് പരിഹാരം ചെയ്യിക്കുകയൊക്കെ ചെയ്തില്ലേ? ജോത്സനെ കൊണ്ട് നോക്കിച്ചു, പക്ഷെ ദൈവത്തിന് പോലും വേണ്ടല്ലോ. മാഡം, മുരുക, എന്നാ ഇതെല്ലാം കടവുള്ള. ആക്ച്വലി വീണയോടൊപ്പം സംസാരിച്ചിരുന്ന നേരം പോയത് അറിഞ്ഞില്ല. സത്യം പറഞ്ഞ ബിസിനസിന്റെയും കണക്കുകളുടെയും ലോകത്തിൽപ്പെട്ടിട്ട് അതിൽ തന്നെ ചുറ്റിക്കറങ്ങുന്ന ലൈഫ് എന്റേത്. ഒരു കുടുംബത്തിൽ വന്നിരിക്കുക, കുറച്ച് സമയം ചെലവഴിക്കുക എന്നുള്ളത് എത്ര മനോഹരമാണെന്ന് ഇപ്പോഴാ മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ നാളെ എത്രയൊക്കെ തിരക്കുകളുണ്ടെങ്കിലും വീണയുടെ വളകാപ്പ് ചടങ്ങിൽ ഞാൻ പങ്കെടുക്കും. സൗഹൃദങ്ങളൊക്കെ നല്ലത് തന്നെയാ. കൂടിച്ചേർന്നിരിക്കുമ്പോ നിങ്ങൾ പെണ്ണുങ്ങൾ മാത്രം പറയുന്ന കുറെ കാര്യങ്ങളില്ലേ. വീണമോക്ക് ലോകപരിചയം കുറവാ. എന്തെങ്കിലൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ മോള് പറഞ്ഞു കൊടുക്കണം. ഞങ്ങൾ ഇത്രയും നേരം സംസാരിച്ചത് മുഴുവൻ ജീവിതത്തെക്കുറിച്ചാണ്. വീണയ്ക്ക് ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട്. വീണ അത് തിരുത്താൻ തയ്യാറാ, എല്ലാ അർത്ഥത്തിലും. എനിക്ക് ഇറങ്ങണം. ഹരി എവിടെ? അല്ല, അവന്റെ മുറി കാണും. ഞാൻ ഇപ്പൊ പോയി വിളിച്ചിട്ട് വരാം. വേണ്ട വേണ്ട അമ്മാവ, ഞാൻ ചെന്ന് കണ്ടോളാം. അല്ല, കുഴപ്പമാവോ? അതിഥിയാണ്, ആ രീതിയിലുള്ള പരിഗണനയൊക്കെ ആവാം. അതിനപ്പുറത്തേക്ക് ഒരു ബന്ധം വേണമെന്ന് കാലം കുറെ കഴിഞ്ഞിട്ട് തീരുമാനിക്കേണ്ടതാ. അവര് നല്ലവരാ, നല്ല രീതിയിലാണ് എന്നോട് സംസാരിക്കുന്നത്. ഹരി, ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ എന്റെ മുറി കയറിയത്? ഞാൻ ഈ നേരം വരെ ഈ വീടിനകത്ത് തന്നെ ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് സ്വീകരിച്ചിരുത്താൻ മനസ്സുള്ളവരുണ്ടെങ്കിലേ അവരോട് സംസാരിക്കണം. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നല്ലൊരു പെരുമാറ്റം കണ്ടാൽ അത് സത്യമാണെന്ന് വിശ്വസിക്കുന്ന ആളാ എന്റെ അമ്മാവൻ. പക്ഷെ നിന്റെ വരവിന്റെ ഉദ്ദേശം വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാ ഞാൻ. അതുകൊണ്ട് ആ അഭ്യാസമൊന്നും എന്റെ അടുത്ത് വേണ്ട. ഹരി എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാനൊന്ന് യാത്ര പറയാൻ വന്നേ ഉള്ളൂ. ഒരു മര്യാദ. നമ്മൾ തമ്മിൽ അത്തരം മര്യാദയുടെ ആവശ്യമൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. നാളത്തെ ഇവിടുത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട്
എനിക്ക് ഹരി ഒന്ന് കാണണം. ഇവിടെ വെച്ച് വേണ്ട, ഈ ഗ്രാമത്തിൽ ഏറ്റവും സുന്ദരമെന്ന് ഹരിക്ക് തോന്നുന്ന ഒരു സ്ഥലം. നീ പറയുന്നിടത്ത് നിന്നെ കാത്തിരിക്കാൻ അടിമപ്പണി ചെയ്യുന്ന ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. ലുക്ക് ഹരി, എനിക്ക് സംസാരിക്കാനുള്ളത് ഹരിയെക്കുറിച്ചാ. ഹരി സ്നേഹിക്കുന്ന ഈ നാട്ടിലെ മണ്ണിനെ കുറിച്ചാ. ഞാൻ പറയുന്നിടത്ത് നാളെ ഹരി വരാൻ തയ്യാറാണെങ്കിൽ എന്നേക്കുമായിട്ട് ഈ മണ്ണ് വിട്ടു പോകുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് ഹരിയോട് പറയാൻ കഴിയും. ഒരിക്കൽ വേഷം കെട്ടിയത് ഞാൻ തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചു. എന്നെ വിശ്വസിപ്പിക്കാവുന്നൊരു തോന്നലുണ്ടോ മിസ് സംയുക്തയ്ക്ക്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു ഹരി. നമ്മൾ തമ്മിൽ സംസാരിച്ച് ഒരു ഡീൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ ഒരു തരി മണ്ണ് പോലും ഞാൻ തൊടില്ല. അതിനുവേണ്ടി ഹരിക്കും കൂട്ടുകാർക്കും സമരം ചെയ്യേണ്ടിയും വരില്ല. സോ മണ്ണിനെ സ്നേഹിക്കുന്ന ഹരി അത് ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നു. ഒന്നുകൂടെ നന്നായിട്ട് പറഞ്ഞ ഹരി വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഗുഡ് നൈറ്റ്. നാളത്തെ ഇവിടുത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഹരി ഒന്ന് കാണണം. എനിക്ക് സംസാരിക്കാനുള്ളത് ഹരിയെക്കുറിച്ച്, ഹരി സ്നേഹിക്കുന്ന ഈ നാട്ടിലെ മണ്ണിനെക്കുറിച്ച്. നമ്മൾ തമ്മിൽ സംസാരിച്ച് ഒരു ഡീൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ ഒരു തരി മണ്ണ് പോലും ഞാൻ തൊടില്ല. ദീപ, ആ കൈയൊന്ന് തിരുമ്മി കൊടുത്തേ. എന്താണ് നീ കാണിച്ച? ജീവ, ജ്യോതി, 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 നീയാണോട് എന്റെ അനുജിത്തെ കുടിപ്പിച്ചെടുത്തേ? കാര്യം എന്താണെന്ന് ജീവനോട് നിത്യ പറഞ്ഞില്ലേ? നിത്യ പറഞ്ഞത് സത്യമാണെന്ന് നിർബന്ധമുണ്ടോ? എടാ, അവളെക്കാളും മികച്ച കള്ളക്കളി അല്ലടാ നീയും നിന്റെ ഭാര്യയും കൂടി എന്റെ മുന്നിൽ കളിച്ചത്. ജീവ, എന്താടി ഇവൻ എന്തെങ്കിലും പറയുമ്പോ പൊള്ളുന്നുണ്ടോ നിനക്ക്? ഇവൻ വിളിച്ചെടുത്ത് നിനക്ക് വരാൻ പറ്റാത്തോണ്ട് പകരം കൊണ്ട് കിടത്തിയതാണോ എന്റെ അനിയത്തിയെ? അതോ നിനക്ക് പകരം എന്റെ അനിയത്തി മതിയെന്ന് ഇവൻ പറഞ്ഞോ? മിസ്റ്റർ ജീവൻ, എന്റെ വീടിനകത്ത് ഒന്ന് മാന്യമായിട്ട് സംസാരിക്കണം. നീ നിനക്കെന്ത് മാന്യതയുടെ ഉള്ളേ? എടാ, നീ മാന്യനായിരുന്നെങ്കിലേ ഇന്ന് പകല് ഞാൻ ഈ വീട്ടിൽ വന്നപ്പോ ആ മാന്യത നീ കാണിക്കണായിരുന്നു. എന്റെ അനുജിത്ത് ഇവിടെ ബോധമില്ലാതെ കിടക്കുന്നുണ്ടെങ്കിൽ അത് നീ എന്നോട് പറയണായിരുന്നടാ. നിന്റെ ഭർത്താവ് എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയാവോടി? നീ വീൽ ചെയറിൽ നിന്ന് വീണെന്ന്. മറ്റാരെയും വിളിക്കാനില്ലായിരുന്നപ്പോ നിനക്ക് ആശ്രയം തോന്നിയത് നിത്യ എന്ന ദൈവത്തെയാണെന്ന്. അതുകൊണ്ട് വിളിച്ചതാണെന്ന്.
അല്ലടാ. ജീവ, അവരെ വെറുതെ അപമാനിക്കരുത്. ജ്യോതി മദ്യപിച്ചതുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല. അവൾക്ക് ഇത് പാർട്ടിന്ന് പറ്റിയ അബദ്ധാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അമ്മ കണ്ട് വിഷമിക്കണ്ടെന്ന് കരുതി ഞാൻ ഇവരോടൊരു സഹായം ചോദിച്ചതാ. അതിന്റെ പേരിൽ ഇവരെ ഇനി അപമാനിച്ചാലുണ്ടല്ലോ. നീ എന്ത് ചെയ്യോടി? ഇവരെ അപമാനിച്ച നീ എന്ത് ചെയ്യോടി? ഇങ്ങനെയുള്ള ഭാര്യ ഭർത്താക്കന്മാര് ഈ സിറ്റിയിലെ പല സ്ഥലത്തും താമസിക്കുന്നുണ്ട്. അവരുടെയൊക്കെ ഉദ്ദേശം എന്താണെന്നറിയോ? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികളുമായി കമ്പനി അടിച്ച് അവരെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുക. എന്നിട്ട് നല്ല പുത്തനുള്ള ഇടപാടുകാർക്ക് കച്ചവടം ചെയ്യുക. പറഞ്ഞു എന്തുവാകാന്ന് കരുതണ്ട.